ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ പൂരം വന്നെത്തിക്കഴിഞ്ഞു. പൂരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള നമ്മൾ സാമ്പിൾ കാണാനാണ് നമ്മളെല്ലാവരും കൂടെ പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിയും പിള്ളേരും അതേപോലെ തന്നെ അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ മോള് എല്ലാവരും കൂടിയാണ് പോയിട്ട്. വിഷ്ണു എത്തിയിട്ടില്ല. വിഷ്ണു പൂരത്തിനന്ന് രാവിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങനെ സാമ്പിൾ കാണാൻ പോയി നിന്നിട്ടുള്ള കാത്തിരിപ്പാണ്. നമ്മൾ 7:30 പൊട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. 7 മണിയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 7:30 പ്രതീക്ഷിക്കുന്നത്. എന്നാലും നമ്മൾ 6:30 പോയി സ്ഥലമൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പാറമേക്കാവിൻ്റെ വിഭാഗം പൊട്ടുന്ന ഭാഗത്തായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ആദ്യം പൊട്ടുന്നത് തിരുവമ്പാടിയിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് രണ്ടും കാണാം. പിള്ളേർക്ക് ഇത്തിരി പേടിയുള്ളത് കൊണ്ട് അവരെ ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ പ്രാവശ്യം നിന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോൾക്ക് യാതൊരു പേടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇത് പേടിക്കാനില്ല. ഇത് കാത്തു നിൽക്കുന്ന ജനക്കൂട്ടമാണ് കേട്ടോ. അത്ര അധികം ഉണ്ടായിരുന്നു. ഒന്നാമത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കാണ്. പിന്നെ എല്ലാവരുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് തൃശ്ശൂർക്കാർക്ക്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു വികാരമാണല്ലോ. ആ ഒരു വർഷത്തെ കാത്തിരിപ്പിൽ ആരും മുടക്കാതെ വന്നു. അങ്ങനെ ആദ്യപടി 7:30 തന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പൊട്ടിക്കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, പാറമേക്കാവിൻ്റെ അവിടെ നിൽക്കുന്ന കാരണം തിരുവമ്പാടിയുടെ അത്രയ്ക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല. സൗണ്ടും ഇതൊക്കെ നമുക്ക് അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ മോൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചേച്ചിയുടെ പിള്ളേർക്ക് ഇത്തിരി കരച്ചിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നാലും അവർ കണ്ടു. അത് കഴിഞ്ഞിട്ട് അടുത്തത് എപ്പോൾ പൊട്ടും എന്നൊരു ആകാംക്ഷയിലൂടെ കാത്തിക്കാണ്. നമുക്കറിയാം എന്തായാലും നീണ്ട 1 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വരുന്നു. അങ്ങനെ ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും 1 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം പാറമേക്കാവ് വിഭവത്തിൻ്റെ പൊട്ടി. അതിന് തൊട്ട് മുന്നിലാണ് ഞങ്ങൾ നിന്നിരുന്നതും. അതുകൊണ്ട് തന്നെ വളരെ സൂപ്പറായി നമുക്ക് കാണാനും പറ്റി കേട്ടോ. അങ്ങനെ ആമുട്ടുകളും പല വർണ്ണത്തിലുള്ള ഒരു ഘോഷയാത്ര തന്നെയാണ് മാനത്ത് അരങ്ങേറിയത്. പിന്നെ മറ്റവരെ അപേക്ഷിച്ച് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു ഇവർക്ക് എന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ അതിഗംഭീരം തന്നെയായിരുന്നു. പിന്നെ സൗണ്ടും നമുക്ക് എല്ലാം സൗണ്ടും അതേപോലെ തന്നെ കാണാനും നന്നായി പറ്റി. നമ്മളതിന് തൊട്ട് മുന്നിൽ നിന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ വർഷത്തെ സാമ്പിൾ പൊളിച്ചു. അങ്ങനെ നമ്മൾ ഈ വെടിക്കെട്ട് മൊത്തം അവിടെ നിന്ന് കണ്ടു കേട്ടോ. നമ്മളൊന്നും വിട്ടൊന്നുമില്ല. നമ്മൾ ഫുൾ നിന്ന് കണ്ടു. പിള്ളേർ പിന്നെ ചെറിയൊരു അലമ്പായെന്നുള്ളൂ. ഇവിടുത്തെ സൗണ്ട് ഇത്തിരി കൂടുതലായിരുന്നല്ലോ. അപ്പോൾ അവർ ഇത്തിരി അലമ്പായെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്നു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോരാൻ നേരത്തെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആടിപ്പാടി പോന്നു കേട്ടോ. നമുക്ക് വെടിക്കെട്ട് കഴിഞ്ഞ് ഉടനെ അവിടെ നിന്ന് നീങ്ങാന്ന് വെച്ചാൽ രക്ഷയില്ല. എല്ലാവരും പോകാനുള്ള ധൃതിയിലായിരിക്കും. അതായത് ഇത്ര നേരം കാത്തു നിന്ന്, അതായത് ഏകദേശം 9 മണിയോട് അടുത്തായി ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്തത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഇട്ടടുത്ത് പോയി വണ്ടി കയറി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പൂര വിശേഷങ്ങളായിരിക്കും, പൂരത്തിൻ്റെ വ്ളോഗുകളായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതിനും